കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെതിരെ പോലീസിൽ പരാതി. ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ലെനിൻ ലാൽ ആണ് കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. ഔദ്യോഗിക രേഖയായ സിൻഡിക്കേറ്റ് മിനിറ്റ്സ് സ്വന്തം താൽപര്യത്തിനായി തിരുത്തിയത് ഗുരുതര ക്രിമിനൽ കുറ്റം എന്നാണ് ആക്ഷേപം. സെപ്റ്റംബർ 2-ാം തീയതി ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് തന്നിഷ്ടപ്രകാരം വ്യക്തി താൽപര്യങ്ങൾക്കായി തിരുത്തിയെന്നതാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരെ ഉയർന്ന ഗുരുതരമായ ആക്ഷേപം. സിൻഡിക്കേറ്റ് മിനിറ്റ്സ് എന്ന അത്യന്തം ഗൗരവമുള്ള ഔദ്യോഗിക രേഖയിൽ കൃത്രിമത്വം കാട്ടിയത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ലെനിൻ ലാൽ പരാതി നൽകിയത്. മോഹനൻ കുന്നുമ്മലിനെതിരെ വഞ്ചന, ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം വരുത്തൽ, ഗൂഢാലോചന എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. നേരത്തെ VC നിയോഗിച്ച രജിസ്ട്രാർ ഇൻചാർജ് മിനി ഡിജോ കാപ്പന്റെ നിയമനം സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമായതിനാൽ സിൻഡിക്കേറ്റ് അത് തള്ളിയിരുന്നു. നിലവിലെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ ഓഫീസ് നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യേണ്ട എന്നും ആ വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നുമാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സ് പറയുന്നത്. ഈ മിനിറ്റ്സ് തിരുത്തിയാണ് വൈസ് ചാൻസലർ തനിക്കിഷ്ടമുള്ള ഒരു മിനിറ്റ്സ് തയ്യാറാക്കിയത്. ഇത് സർവകലാശാല അതോറിറ്റിയായ സിൻഡിക്കേറ്റിനോട് ചെയ്ത വഞ്ചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലെ പ്രധാന എതിർകക്ഷിയായ വൈസ് ചാൻസലർ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന വിഷയത്തിൽ സിൻഡിക്കേറ്റ് മിനിറ്റ്സ് തിരുത്തിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.